ടൈം ബേസിൽ മിക്കവർക്ക് വർക്ക് ചെയ്യുമ്പോൾ ടെറോം റീച്ചിൻ്റെ സർവീസ് കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട്. വെബ്സൈറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കായിരിക്കും കൂടുതൽ കിട്ടാത്ത. നിങ്ങൾ അങ്ങനെയുള്ള ടൈമിൽ നിങ്ങൾ ടൈം ബേക്സിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ടെറോം റീച്ച് സർവേ ചെയ്ത് നോക്കുക. തീർച്ചയായും കിട്ടുന്നതായിരിക്കും. കാരണം എനിക്കിപ്പോൾ ടെറോം റീച്ചിൻ്റെ സർവേ വെബ്സൈറ്റിൽ കിട്ടാത്ത സമയത്ത് എനിക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഡിസ്ക്വാളിഫൈ ആയപ്പോൾ നമുക്ക് 1 സെൻറ്റ് വെച്ച് ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ബാൻ കിട്ടിയെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെറോം റീച്ചിൻ്റെ സർവേ കിട്ടുന്നില്ലെങ്കിലും നിങ്ങൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാത്ത ഒരു കണക്ഷൻ കോഡ് ചോദിക്കുന്നുണ്ട്, കണക്ട് കോഡ്. അത് നിങ്ങൾ ടൈം ബസിൻ്റെ വെബ്സൈറ്റിൽ പോയി സെറ്റിംഗ്സ് എന്നുള്ള പേജ്, സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കാൻ നേരത്ത് അതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് കണക്ട് കോഡ് എന്നുള്ള ഒരു ഇത് കാണും. അത് ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾ ഇവിടെ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തൂടെ ഈ ആപ്ലിക്കേഷനിലൂടെ തന്നെ ടെറോം റീച്ചിൻ്റെ ഓഫേഴ്സും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ പോൾ ഫിഷ്, വൺ ആർട്സിൻ്റെ ഒക്കെ സർവേ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വഴി ചെയ്യാൻ സാധിക്കുന്നതാണ്. വെബ്സൈറ്റാണ് കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഒന്ന് വെബ്സൈറ്റ് തന്നെയാണ്. കാരണം ഈ ആപ്ലിക്കേഷനകത്ത് അധികം ഓഫേഴ്സൊക്കെ വളരെ കുറച്ചായിട്ടുള്ള ഓഫേഴ്സും അതുപോലെ സാമ്പിൾസിൻ്റെ സർവീസൊക്കെ ഇതിനകത്ത് വരാറില്ല. അപ്പം വെബ്സൈറ്റ് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ടെറോം റീച്ചിൻ്റെ സർവേ കിട്ടാത്തവർ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കും തന്നെയല്ല വേറൊരാൾക്കും എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത വേറൊരു ആൾക്ക് ഇതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അവരും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമെന്നാണ്. ഞാൻ തീർച്ചയായും അതിനെ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ www.tjsvlogger.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് മണി മേക്കിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചും അതുപോലെ വെബ്സൈറ്റിനെ കുറിച്ചൊക്കെ റിവ്യൂസ് ഇട്ടിട്ടുണ്ട്.